ഇല്ല, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്കൊന്ന് കണ്ടുപിടിക്കണമല്ലോ എങ്ങനെ ഇത്രയും കാലം ഒളിവിൽ കഴിഞ്ഞു എന്നുള്ളതിനെക്കുറിച്ചൊരു ഗവേഷണം നടത്താൻ ഇതൊക്കെ സഹായിക്കും. അങ്ങനെ കണ്ടുകിട്ടുകയാണെങ്കിൽ കൊടിക്കുന്നിലിൻ്റെ ഒരു കാര്യം ഞാൻ തള്ളിക്കളയാറില്ലല്ലോ. ഇനി ഒരു കൊല്ലത്തേക്ക് ഇപ്പോഴത്തെ സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് തന്നെ കണ്ടിന്യൂ, അതിനൊക്കെ നമുക്ക് ആലോചിക്കാൻ സമയമുണ്ട്. അല്ല, പിന്നെ അതൊരു സീനിയർ നേതാവ് കൂടിയാണല്ലോ, അതുകൊണ്ട് അധികം പറയുന്നതിനെ അങ്ങനെ തള്ളാൻ ഗവൺമെൻറ്റിന് കഴിയില്ല. ഏതായാലും നമുക്ക് ആലോചിക്കാം. ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാരണം ഇപ്പോഴത്തെ എല്ലാ ചെയർമാന്മാരും സ്റ്റാറ്റ്യൂട്ടറി ഇതനുസരിച്ച് ഒരു കൊല്ലത്തിൽ കൊച്ചി ദിവസം മാത്രമാണ് 8 മാസമുള്ളത്, ബാക്കിയെല്ലാം ഒരു കൊല്ലത്തിൽ മേലെയുണ്ട്. ഞാനൊരിക്കലും കൊടിക്കുന്നിലിൻ്റെ ഒരു കാര്യം ഞാൻ തള്ളിക്കളയാറില്ലല്ലോ. ഏതാ അത് ഞാൻ പറയാം, അവരൊന്നും പാർട്ടിയുടെ ആൾക്കാരല്ല. ഏതായാലും ദൈവങ്ങളെ ഒരിക്കലും മോശമായിട്ട് ആരും ചിത്രീകരിക്കരുത്. ദൈവവിശ്വാസികളാണ് സമൂഹത്തിൽ കൂടുതൽ. അവരുടെ വികാരങ്ങളെ എല്ലാവരും മാനിക്കണം. അല്ല, അത് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അവിടെ നിർത്തിയ കോൺഗ്രസിൻ്റെ നല്ല മിടുക്കനായിട്ടുള്ള സ്ഥാനാർത്ഥി ജയിച്ചു വന്നല്ലോ. സുകുമാരക്കുറുപ്പ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കേസ് അന്വേഷണം നിലവിൽ അവസാനിപ്പിക്കാനായിരുന്നു തീരുമാനം. ഇനിയിപ്പോൾ ആകെ പെട്ടോ? ഇല്ല, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്കൊന്ന് കണ്ടുപിടിക്കണമല്ലോ എങ്ങനെ ഇത്രയും കാലം ഒളിവിൽ കഴിഞ്ഞു എന്നുള്ളതിനെക്കുറിച്ചൊരു ഗവേഷണം നടത്താൻ ഇതൊക്കെ സഹായിക്കും. അങ്ങനെ കണ്ടുകിട്ടുകയാണെങ്കിൽ നല്ല കാര്യമാണ്. കാരണം ഏതാണ്ട് 84 മറ്റോ അല്ലേ കാണാണ്ടായത്. അപ്പോൾ ഒരുപാട് വർഷങ്ങളായി. അപ്പോൾ എങ്ങനെ ഇത്രയും കാലം ശാസ്ത്രീയമായിട്ട് ഒളിവിലിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നത് നല്ലതാണ്. കണ്ടുകിട്ടിയാൽ നല്ല കാര്യം. ഈ അന്വേഷണം അപ്പം ഫലപ്രദമായിരുന്നില്ല എന്നുള്ളതാണോ കാലാകാലങ്ങളായുള്ള അന്വേഷണം? അല്ല, അത് അദ്ദേഹത്തിനെ കണ്ടുകിട്ടുകയാണെങ്കിലേ പറയാൻ പറ്റൂ ഫലപ്രദമായിരുന്നോ ഇല്ല എന്നുള്ളതിനെക്കുറിച്ച്. അതല്ല, എങ്ങനെ ശാസ്ത്രീയമായിട്ട് ഇത്രയും കാലം ഉള്ളിൽ ഇരുന്നു എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാമല്ലോ, അത്രയേ ഉള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സഹായമൊക്കെ കിട്ടിയിട്ടുണ്ടാവുമോ? അല്ല, അതുണ്ടെങ്കിൽ പുറത്തു വരട്ടെ, ഉണ്ടെങ്കിൽ